ഹായ്, ഇന്ന് നമുക്ക് ഒരു പുതിയ റെസിപ്പി തയ്യാറാക്കാം. ഒരപ്പം ചുടാം. അതിനു വേണ്ടി ആദ്യമേ അവിലെടുക്കാം. ഒരു അര പാത്രം അവിലെടുത്തിട്ടുണ്ട്, അതിനകത്തോട്ട് ഇടാം. ഇനി നമുക്ക് വേണ്ടത് തേങ്ങ ഒരു അരപ്പാത്രം. ഇനി മധുരം, പഞ്ചസാര 1 സ്പൂൺ. മധുരം വേണ്ടുന്നവർക്ക് ഉപയോഗിക്കാം, വേണമെങ്കിൽ ഉപയോഗിച്ചാൽ മതി. ഞാൻ 1 സ്പൂൺ പഞ്ചസാര ഇടുന്നുണ്ട്. ഉപ്പ് ആവശ്യത്തിന്. ഇനി നമുക്ക് വേണ്ടത് വെള്ളം ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുക. ഇത് നല്ലോണം ഒന്ന് അരച്ചെടുക്കാം. ഇത് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഗോതമ്പ് പൊടിയാണ്. അതിന് 1 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. നമ്മൾ അരച്ചിട്ടുണ്ട്, നല്ല വൃത്തിയായിട്ട് അരച്ച് നല്ല കട്ടിക്കിരിക്കുക. നമുക്ക് ഇതിനകത്തോട്ട് ഒഴിക്കാം, പാത്രത്തിലോട്ട്. ഇനി നമുക്ക് കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. ബേക്കിംഗ് സോഡ ഇടുന്നതെന്ന് വെച്ചാൽ പെട്ടെന്ന് നമുക്ക് ചുട്ടെടുക്കാൻ വേണ്ടിയാണ്. ഇങ്ങനെ കുറുകി വേണം ആവിരിക്കാൻ, ലൂസായിട്ടിരിക്കില്ലേ. എന്നാലും നമുക്ക് അപ്പം ചുടുമ്പം റെഡി ആവത്തില്ല ലൂസായിട്ടിരിക്കുന്നത്. ഇത് കുറുകി ഇരിക്കുമ്പോൾ അപ്പം ചുടുമ്പോൾ നല്ലവണ്ണം റെഡിയാവും. ബേക്കിംഗ് സോഡ ഇല്ലെങ്കിൽ ഈസ്റ്റ് ഇട്ട് കൊടുക്കുക. ഈസ്റ്റ് ഇട്ടിട്ട് ഒരു 10-15 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കണം. ബേക്കിംഗ് സോഡ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചുട്ടെടുക്കാൻ പറ്റും. മാവൊക്കെ നല്ല ഇതായി കഴിഞ്ഞു. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിന് നെയ്യ് തടവി വെച്ചു. ഇനി നമുക്കതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കാം. ചെറിയ ചെറിയ ബബിൾസൊക്കെ വരുന്നുണ്ട്. നമുക്ക് പാത്രത്തിലോട്ട് ഇടാം. ഇനി അടുത്തത് ഒഴിച്ചു കൊടുക്കാം. പാത്രത്തിലോട്ട് ഇടാം. അടുത്തത് ഒഴിച്ചു കൊടുക്കാം. പാത്രത്തിലോട്ട് ഇടാം. ഇതേപോലെ ഇരിക്കണം. വലുതായിട്ടില്ല. ഇപ്പം ഗോൾസൊക്കെ വരുന്നില്ലേ, അതുപോലെ നല്ലോണം നമുക്ക് ചുട്ടെടുക്കാം. എളുപ്പം തയ്യാറാക്കാൻ പറ്റും. വലിയ പാടൊന്നുമില്ല, പെട്ടെന്ന് നമുക്കിത് തയ്യാറാക്കാൻ പറ്റിയ ഒരപ്പമാണ് ഗോതമ്പ് പൊടി വെച്ചുള്ള ഈ അപ്പം. അടുത്തതും കോരി വെച്ച് നമുക്ക് ചൂടാം. അപ്പം നല്ല സോഫ്റ്റായിരിക്കുക, നല്ലോണം ഇരിക്കുക, അതേപോലെ ഇരിക്കണം.
ഇതിന് ഹോൾസൊക്കെ വരുന്നുണ്ട്. നമുക്ക് ഇതേപോലെ ഓരോന്നോരോന്ന് ചുറ്റും അങ്ങനെ ഗോതമ്പൊടി വെച്ചുള്ള അപ്പം റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഓരോന്ന് ഇലയിലോട്ട് വയ്ക്കാം. നമ്മൾ അടിപൊളി അപ്പമാണ് നമ്മൾ ചുട്ടേക്കുന്നത്. നല്ല നൈസായിട്ട് അപ്പം ചുട്ടെടുത്ത് വെച്ചേക്കുക. എല്ലാവരും ഇങ്ങനെ തയ്യാറാക്കി നോക്കണം, അടിപൊളിയാണ്. നമുക്ക് എളുപ്പം തയ്യാറാക്കാൻ പറ്റിയ ഒരു നൈസായിട്ടൊരു അപ്പമാണ്. ഇങ്ങനെയുള്ള ഗോതമ്പൊടി വെച്ചുള്ള ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കി, പെട്ടെന്ന് തയ്യാറാക്കാം. കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. കറിയോടെയും കഴിക്കാം, കറിയില്ലാതെയും കഴിക്കാം. നമുക്ക് ഇത് പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വലിയ പാടൊന്നുമില്ല. ജോലിക്കൊക്കെ പോകുന്നവർക്ക് പെട്ടെന്ന് ഇങ്ങനെ തയ്യാറാക്കിയ എളുപ്പം ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി എടുക്കാം. കഴിക്കാനൊക്കെ പെട്ടെന്ന് തയ്യാറാക്കാം. നല്ല സോഫ്റ്റാണ്. വലിയ കുറച്ച് ചേരുവകൾ മതി. അത് കുറച്ച് അവിലും തേങ്ങയും മധുരവും കുറച്ച് ചേരുവകൾ കൊണ്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാം. ഇത് നല്ല സോഫ്റ്റാണ്, നൈസായിട്ട് ഇരിക്കുക. കഴിക്കാനൊക്കെ നല്ല ഇഷ്ടപ്പെടും എല്ലാവർക്കും. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ പുതിയ പുതിയ റെസിപ്പി ആയിട്ട് ഓരോ ദിവസവും ഇങ്ങനെ ഞാൻ വരാം. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക്. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം പറയണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി, എന്താ ചെയ്യേണ്ടത്. പിന്നെ പുതിയ പുതിയ റെസിപ്പി ആയിട്ട് പിന്നെ വരാം. പിന്നെ ലൈക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാം.